ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ബാക്ക്. Iamilhan. കഴിഞ്ഞ ദിവസം നമ്മളൊരു സെയിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അന്നത്തെ വീഡിയോയ്ക്ക് നല്ല റെസ്പോൺസാണ് കിട്ടിയത്. ഒരുപാട് പേര് നമ്മുടെ കയ്യിൽ നിന്ന് ചെടികളൊക്കെ വാങ്ങി. അപ്പോൾ ആ ചെടികളെല്ലാം പാക്ക് ചെയ്ത് അയക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓൺലൈനായിട്ട് പ്ലാന്റ്സ് വാങ്ങിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കണേ. തിങ്കളാഴ്ച രാവിലെയാണ് ഞാൻ പ്ലാൻസ് അയക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും പ്ലാൻസ് ഓർഡർ ചെയ്ത് ക്യാഷ് പേ ചെയ്യുന്ന സമയത്ത് ഓരോ ആളുകളുടെയും അഡ്രസ്സ് ഞാനൊരു നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കാറുണ്ട്. അതുപോലെ ഏതൊക്കെ പ്ലാൻസാണ് ഓർഡർ ചെയ്തത് എന്നുള്ളത് വേറൊരു ബുക്കിലും എഴുതി വെക്കാറുണ്ട്. അപ്പോൾ രാവിലെ ഞാൻ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോയി ഓഫീസിലേക്കൊക്കെ പോയതിന് ശേഷം ചായ കുടിക്കുന്ന സമയത്ത് എല്ലാവരുടെയും അഡ്രസ്സ്, ഇന്ന് അയക്കാനുള്ള എല്ലാവരുടെയും അഡ്രസ്സ് ഞാൻ ആ കാർഡിലേക്ക് എഴുതി വെക്കുകയാണ്. എല്ലാവരുടെയും അഡ്രസ്സ് ഒന്നിച്ച് എഴുതി വെക്കുകയാണെങ്കിൽ നമുക്ക് പ്ലാൻസ് പാക്ക് ചെയ്യുന്ന സമയത്ത് എളുപ്പമുണ്ട്. ചെടികൾ നമ്മൾ കൊറിയറായിട്ട് അയക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചെടികൾ വാടാതെ, കരിഞ്ഞു പോകാതെ, ഒടിഞ്ഞു പോകാതെ ഫ്രഷ് ആയിട്ടൊക്കെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ കിട്ടണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പം ഞാൻ സാധാരണ ചെടിയുടെ ആ മണ്ണെല്ലാം കളഞ്ഞിട്ട് ആ വേരിനോട് ചേർന്നുള്ള മണ്ണ് മാത്രമേ ചെടിയിൽ നിർത്താറുള്ളൂ. അതിനുശേഷം കൊക്കോപീറ്റിൽ കവർ ചെയ്തിട്ടാണ് ഞാൻ ചെടികൾ പാക്ക് ചെയ്ത് അയക്കുന്നത്. കൊക്കോപീറ്റിൻ്റെ ഒരു ഗുണം അറിയാലോ, അതിൽ വെള്ളം ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള ഒരു കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ചെടിക്ക് എപ്പോഴും ആ ഒരു നനവ് കിട്ടുന്നതാണ്. എന്നിരുന്നാലും നമ്മുടെ നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന അതേ ഫ്രഷ്നെസ്സോട് തന്നെ അതേ ഭംഗിയിലും ചിലപ്പോൾ നമുക്ക് പ്ലാന്റ്സ് കൊറിയറായിട്ട് വരുന്ന പ്ലാന്റ്സ് കിട്ടണമെന്നില്ല. ട്രാവൽ ചെയ്ത് വരുന്ന പ്ലാന്റ്സ് ആണ്, കാർഡ്ബോർഡ് ബോക്സിനകത്ത് ജാമായിട്ടിരുന്ന് വരുന്ന പ്ലാന്റ്സ് ആണ്. അപ്പോൾ വാങ്ങിക്കുന്നവർ ആ കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിൽ വെച്ചിട്ട് വാങ്ങിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒത്തിരി സന്തോഷമായിരുന്നു. നമ്മൾ കൊക്കോപീറ്റൊക്കെ എടുത്തുകൊണ്ട് എല്ലാം സെറ്റ് ചെയ്തു, പക്ഷെ നമ്മൾ ചെടി എടുത്തുകൊണ്ട് വന്നില്ല. അപ്പോഴേക്കും നല്ല മഴക്കാറ് വെച്ച് നല്ല മഴ പെയ്യാം. മഴ പെയ്തു തുടങ്ങി, നല്ല മഴക്കാറുണ്ട്. ചെടിയും കൂടെ എടുത്തു വെച്ചിരുന്നെങ്കിൽ നമുക്ക് എല്ലാം പാക്ക് ചെയ്ത് തുടങ്ങായിരുന്നു. ഇന്ന് എന്തായാലും നമുക്ക് ചെടി എടുത്തുകൊണ്ട് വരണം. മഴ ഒന്ന് കുറഞ്ഞിട്ട് നമുക്ക് ചെടി എടുത്തുകൊണ്ട് വരണം. ഇന്ന് മാക്സിമം ചെടികൾ പാക്ക് ചെയ്ത് അയക്കണം, കാരണം നാളെ നമുക്ക് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ മഴയൊന്ന് മാറുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. മഴ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പ്ലാന്റ്സ് എല്ലാം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതെ, ഇന്ന് നമ്മൾ 10 പേർക്കാണ് പ്ലാന്റ്സ് അയക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും അയക്കാനുള്ള പ്ലാന്റ്സ് എല്ലാം ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചിലരൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, അയക്കാനുള്ള പ്ലാന്റ്സ് എല്ലാം ഈ പാക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് അതിൻ്റെ ഫോട്ടോയോ വീഡിയോയോ ഒക്കെ ഇട്ട് തരാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. നമ്മളിത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനൊന്നും നമുക്ക് സൗകര്യം കിട്ടിയെന്നോ സമയം കിട്ടിയെന്നോ ഒന്നും വരില്ല. അപ്പോൾ ദേ അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് നോക്കിക്കോ. കാണണം എന്നുള്ളവർ ദേ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. കണ്ടല്ലേ, റോസയൊക്കെയാണിത്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ്. ഈ ഇതിനകത്ത് ഇങ്ങനെ പൊട്ട് കാണുന്നത് രോഗമൊന്നുമല്ല കേട്ടോ. നമ്മൾ ഇതയക്കും ഇതൊക്കെ വെള്ളം ഒഴിക്കുമ്പോഴും അതുപോലെ മരുന്നൊക്കെ അടിക്കുന്നതിൻ്റെ ആണ് ആ ഒരു പൊട്ട് കാണുന്നത് കേട്ടോ. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് എല്ലാം. നോക്കിക്കേ, നമ്മൾ ജമന്തി, നമുക്ക് ഇപ്രാവശ്യം ജമന്തിയാണ് ഏറ്റവും കൂടുതൽ ഓർഡർ വന്ന ഒരു ചെടി. മുന്തിരി ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇംപേഷ്യൻ്റ് പ്ലാന്റൊക്കെ
നല്ല ബുഷി പ്ലാന്റ് ആണ്. എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. നമ്മൾ അയക്കുമ്പോൾ നിങ്ങൾക്ക് ഇനി ഒരു വിശ്വാസക്കുറവ് വേണ്ട, നമ്മൾ കൊള്ളില്ലാത്ത പ്ലാന്റ്സ് ആണ് അയച്ചതെന്നോ അങ്ങനെയുള്ള വിശ്വാസക്കുറവൊന്നും നിങ്ങൾക്ക് വേണ്ട. അതേ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയക്കുന്നത്. ഇതൊക്കെ യെല്ലോ കളർ ഫ്ലവർ ഉള്ള റോസയാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ യെസ്റ്റർഡേ ടുഡേ ടുമാറോ എന്ന് പറയുന്ന ഇതൊക്കെ പൂവൊക്കെ ഉണ്ടായിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ അയക്കുന്നത്. പിന്നെ നമുക്ക് പാക്കിങ് തുടങ്ങണം. ഇത് നല്ല അധ്വാനം ഉള്ളൊരു ജോലിയാണ്, അതേപോലെ നല്ല ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ജോലിയാണ്. കാരണം ചെടികളൊക്കെ നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്ത് എടുത്തുകൊണ്ട് വരുമ്പോഴും മണ്ണ് കളയുന്ന സമയത്തൊക്കെ അതിൻ്റെ വേര് പോകാതെ നോക്കണം, അതേപോലെ തണ്ടൊക്കെ ഒടിഞ്ഞു പോകാതെ, അങ്ങനെയൊക്കെ ഒത്തിരി ശ്രദ്ധിക്കേണ്ട ഒരു ജോലിയാണിത്. പക്ഷേ ഇടയ്ക്ക് നമുക്ക് ചിലപ്പോൾ തണ്ടൊടിഞ്ഞു പോയിട്ടോ ഏതെങ്കിലും വേരൊക്കെ കട്ടായി പോയിട്ടോ അങ്ങനെയൊക്കെ സംഭവിക്കാം. കാരണം നമ്മൾ സാധാരണ മനുഷ്യരാണല്ലോ, അപ്പോൾ അങ്ങനെ ഒക്കെ സംഭവിക്കാറുണ്ട്, ഇല്ല എന്നല്ല. അപ്പോൾ ഇത് പാക്ക് ചെയ്ത് അയക്കുമ്പോൾ ഈ കൊക്കോപീറ്റ് ഞാൻ നമ്മൾ ഈ ബിരിയാണി അല്ലെങ്കിൽ നമ്മൾ പാത്രമൊക്കെ ഇങ്ങനെ കവർ ചെയ്ത് വെക്കുന്ന ഒരു പേപ്പർ ഉണ്ടല്ലോ, ആ ഒരു പേപ്പറിലേക്ക് കൊക്കോപീറ്റ് ഇട്ടിട്ട് അതിന് മുകളിൽ നമ്മൾ ചെടി എടുത്ത് വെക്കും. ചെടി എടുത്ത് വെച്ചതിന് ശേഷം വീണ്ടും അതിൻ്റെ മുകളിൽ ചെടിയുടെ മുകളിൽ കൊക്കോപീറ്റ് ഒന്നുകൂടെ കവർ ചെയ്യും. അപ്പോൾ ഫുൾ ആ ഒരു വെള്ളം ആ നനവ് ഹോൾഡ് ചെയ്ത് ഇങ്ങനെ വെക്കും അതിനകത്ത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സാധാരണ പാക്ക് ചെയ്ത് അയക്കുന്നത്. അപ്പോൾ പ്ലാന്റ്സ് കിട്ടുന്ന അല്ലെങ്കിൽ പ്ലാന്റ്സ് കിട്ടിയ കസ്റ്റമേഴ്സ് എല്ലാവരും വീട്ടിൽ വരുമ്പോൾ നനവ് അതിലുണ്ടായിരുന്നു, പ്ലാന്റ്സ് ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത്, ഫ്രഷ് ആയിരുന്നു എന്നൊക്കെ തന്നെയാണ് നമുക്ക് റിവ്യൂ തരാറുള്ളത്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് നമ്മളിതിങ്ങനെ തന്നെ പാക്ക് ചെയ്ത് അയക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളെ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഇതുവരെ പ്ലാന്റ്സ് വാങ്ങിക്കാത്തവർ, അവർക്ക് അറിയണമല്ലോ എങ്ങനെയാണ് നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നതെന്ന്. കാരണം മിക്ക ആളുകൾക്കും കൊറിയറായിട്ട് പ്ലാന്റ് വാങ്ങിക്കാൻ വലിയ മടിയാണ്. എനിക്കങ്ങനെ കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്, എനിക്ക് ഓൺലൈനായിട്ട് പ്ലാന്റ്സ് ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല, എനിക്ക് അത്ര വിശ്വാസമില്ല എന്നൊക്കെ നമുക്ക് മെസ്സേജ് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇത്ര ഇതിലാണ് നമ്മളിങ്ങനെ കെയർ ചെയ്തിട്ടാണ് പ്ലാന്റ്സ് അയക്കുന്നത് എന്നുള്ള കാര്യം കൂടി നിങ്ങളെ അറിയിക്കണം. വെറുതെ നമ്മൾ സെയിൽ വീഡിയോ ഇട്ടു എന്നിട്ട് നമ്മൾ പ്ലാന്റ്സ് അയച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തെളിവില്ലല്ലോ. അപ്പോൾ ആ ഒരു തെളിവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പാക്കിംഗ് വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പ്ലാന്റ്സ് എല്ലാം ഇങ്ങനെ കവർ ചെയ്ത് പാക്ക് ചെയ്യും. ഓരോരുത്തരും ഓർഡർ ചെയ്ത പ്ലാന്റ്സ് അപ്പോൾ 3, 4, 5 ചിലരൊക്കെ 10, 15 പ്ലാന്റ്സ് ഒക്കെ ഓർഡർ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ 5 പ്ലാന്റ്സ് ആണ് ഓർഡർ ചെയ്തെങ്കിൽ ഓരോ ആളുകൾക്കുള്ള 5 പ്ലാന്റ്സ് വീതം ഇങ്ങനെ കവറിൽ ഇങ്ങനെ പാക്ക് ചെയ്ത് വെക്കും. അതിനുശേഷം നമ്മൾ ന്യൂസ് പേപ്പർ വെച്ച് ഇതൊന്ന് പൊതിയും. കാരണം അതിൻ്റെ ലീഫൊന്നും ഒടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ന്യൂസ് പേപ്പർ വെച്ച് നമ്മൾ കവർ ചെയ്യും. അതിനുശേഷം കാർഡ്ബോർഡിൻ്റെ ആ ഒരു ഷീറ്റിൽ നമ്മളിത് എല്ലാ പ്ലാന്റ്സും കൂടെ വെച്ചിട്ട് അത് ഒട്ടിച്ച് പാക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിതൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് അപ്പോഴേക്കും ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. പാക്കിങ്ങിൻ്റെ സമയത്ത് എപ്പോഴും വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ടെന്നല്ല, ഇക്കാണത് വെക്കുന്നതും തന്നെ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എല്ലാ കാര്യത്തിലും പ്ലാന്റ്സിൻ്റെ അല്ലാതെയും എന്നെ കട്ട സപ്പോർട്ടായിട്ട് എപ്പോഴും കൂടെ നിൽക്കാറുണ്ട്. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷവും സമാധാനവും. അതുപോലെ ഉമ്മച്ചി എനിക്ക് എല്ലാത്തിനും ഭയങ്കര കട്ട സപ്പോർട്ടാണ്. കാരണം എനിക്കിത് ഈ ഒരു കാര്യമൊക്കെ മാത്രം ചെയ്താൽ മതി, വീട്ടിലെ പണികളും അതൊക്കെ ചെയ്യുന്നത് ഉമ്മച്ചിയാണ്, ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ഉമ്മച്ചിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരെല്ലാവരും ഭയങ്കര കട്ട ആയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നിങ്ങളുടെ ഒരു സപ്പോർട്ട് അത് വലിയൊരു സപ്പോർട്ട് തന്നെയാണ്. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം നിങ്ങളുടെ സപ്പോർട്ടാണ്. അത് നിങ്ങൾ പ്ലാന്റ്സ് വാങ്ങിച്ച് സപ്പോർട്ട് ചെയ്യുന്നവർ, അതേപോലെ തന്നെ നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർ, ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഫ്രണ്ട്സ്. അപ്പം നിങ്ങളാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തിയും എൻ്റെ സന്തോഷവും നിങ്ങൾ തന്നെയാണ്. അപ്പോൾ എൻ്റെ ഓരോ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് സന്തോഷമാണ്. ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് എനിക്ക് നല്ല കൂട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അത് ഒരു വലിയ സന്തോഷം തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനും അത് എഡിറ്റ് ചെയ്യാനും നിങ്ങളിലേക്ക് വീഡിയോ ഇടാനും പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി സന്തോഷമാണ്. അപ്പോൾ അതൊക്കെ തന്നെയാണ് പുതിയ വീഡിയോ ചെയ്യാനായിട്ട് നമുക്കുള്ളൊരു ഊർജ്ജവും എന്ന് പറയുന്നത്. പ്ലാന്റ്സ് എല്ലാം നമ്മൾ പാക്ക് ചെയ്യാണ്. അപ്പോൾ ഇതിൽ എന്താ പറയുക, നമ്മൾ ഈ സെല്ലോ ടേപ്പ്, കാർഡ്ബോർഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കാശ് കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ചിലവ് ഈ ഓൺലൈനായിട്ട് പ്ലാന്റ്സ് സെയിൽ ചെയ്യുന്ന മിക്ക ആളുകൾക്കും ഇങ്ങനത്തെ ഒരുപാട് ചിലവുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും പൈസ നമ്മൾ കണക്കാക്കാതെയാണ് നമ്മൾ ഈ ഒരു ബിസിനസ് ചെയ്യുന്നത്. നമ്മളാരും ഒരു പക്ക ബിസിനസ് മൈൻഡിലല്ല ചെടികൾ വിൽക്കുന്നത്.
അങ്ങനെ ചെയ്യുന്നവരുണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാൻ എന്തായാലും അങ്ങനെയല്ല. അപ്പോൾ നമ്മൾ DTDC കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാൻസ് എല്ലാം അയക്കുന്നത്. പ്ലാൻസിൻ്റെ റേറ്റ് അല്ലാതെ നമുക്ക് കൊറിയർ ചാർജ് എക്സ്ട്രാ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി പ്ലാൻസ് ഉണ്ടെങ്കിൽ കൊറിയർ ചാർജ് കൂടുതലാകും. ഒരു നോർമൽ കൊറിയർ ചാർജിന് കൂടാതെ പ്ലാൻസിൻ്റെ വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് കൊറിയർ ചാർജ് കൂടും. അതുകൂടെ നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. കാരണം കൊറിയർ ചാർജ് എന്ന് പറയുമ്പോൾ പലർക്കും വിഷമാണത് തരാനായിട്ട്. ഇത് നമ്മൾ എടുക്കുന്ന ഒരു സർവീസ് ചാർജ് അല്ല. കൊറിയർ ഓഫീസിൽ കൊടുക്കാനുള്ളൊരു പൈസയാണ് ഈ കൊറിയർ ചാർജ് എന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങിക്കുന്നത്. അത് അവരാണ് തീരുമാനിക്കുന്നത് എത്ര രൂപയാകും എന്നുള്ള കാര്യം. ഞാൻ ഈ സെയിൽ തുടങ്ങിയ സമയത്തൊക്കെ പുറത്തേക്കൊക്കെ നമ്മൾ പ്ലാൻസ് അയക്കുമ്പോൾ 125 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പ്ലാൻസ് ഒക്കെ വാങ്ങിച്ചിട്ട് 700 രൂപയൊക്കെ കൊറിയർ ചാർജ് ആയിട്ടുണ്ട്. അപ്പം അതൊക്കെ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കൊടുത്തിട്ടാണുള്ളത്. അങ്ങനെ എനിക്ക് ഒരുപാട് നഷ്ടം പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു 10 രൂപ നമ്മൾ കൊറിയർ ചാർജ് കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നിങ്ങൾക്ക് ചാർജ് ആയില്ലെങ്കിൽ ആ 10 രൂപ ഞാൻ തിരിച്ച് അവർക്ക് പേ ചെയ്ത് കൊടുക്കാറുണ്ട്. അത് അവരുടെ കയ്യിൽ നിന്ന് 1 രൂപ പോലും കൂടുതലായിട്ട് ഞാൻ വാങ്ങിക്കാറില്ല എൻ്റെ ഒരു കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്നും. അപ്പോൾ എക്സ്ട്രാ കുറച്ച് പൈസ ആയിന്ന് നിങ്ങൾ വിചാരിച്ചാലും അത്രയും രൂപ ആയില്ലെങ്കിൽ ആ പൈസ ഞാൻ നിങ്ങൾക്ക് തിരിച്ച് തന്നെ തരും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് തട്ടിപ്പോ വെട്ടിപ്പോ പറ്റിക്കലോ ചീറ്റിങ്ങോ ഒന്നുമില്ല. അപ്പോൾ അതും കൂടി നിങ്ങൾ അറിയാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.